അസ്സാം വലൈക്കും. ഈ തൂക്കി പിടിച്ചുകൊണ്ട് പോണ സാധനം തരാം. നല്ല പൂ പോലത്തെ ഉള്ള നല്ല ഇളയ കുട്ടനുണ്ടാക്കിയ ദം ബിരിയാണി ഉണ്ടോ. സംഗതി എന്തെങ്കിലുണ്ട്. ഇന്ന് കാടപ്പടി സൈഡ് പൂക്കോയത്തങ്ങൾ ഡയാലിസ് സെൻ്ററിനുള്ള ഫണ്ട് ശേഖരണത്തൊരു ബിരിയാണി ചാലഞ്ച് വെച്ചിന്. അതിനെ വന്ന ഓർഡറിൻ്റെ കണക്ക് കേട്ടങ്ങൾ നെട്ടിട്ട മക്കളെ. ഏകദേശം മഴവെള്ളം വരുന്ന മാതിരിയാണ് ഓർഡർ വന്നു കണ്ടത്. ഏകദേശം 72,000 മേലെ ഉള്ള ഓർഡറാണ് ചിക്കൻ ദം ബിരിയാണിക്കും. അതേപോലെ തന്നെ ഏകദേശം 4,000 പരം കുട്ടൻ ദം ബിരിയാണിക്ക് ഓർഡർ വന്നത്. നമുക്ക് കിട്ടേണ്ടത് നമ്മൾ ഏൽപ്പിച്ചുള്ളത് 1 കിലോൻ്റെ കുട്ടൻ ബിരിയാണി ഉണ്ടോ. ഏകദേശം 7 ആക്കി കഴിക്കാൻ പറ്റിയ ചോറുണ്ട്. അതേപോലെ തന്നെ അത്ര ആക്കി കഴിക്കാൻ പറ്റിയ നല്ല പൂ പോലെ വെന്ത കുട്ടനുണ്ട് കേട്ടോ. ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ഡയാലിസ് സെൻ്ററിന് ഫണ്ട് ശേഖരണാർത്ഥം ചിലപ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഉറപ്പിച്ചോളി മലപ്പുറം ജില്ലേൻ്റെ ചരിത്രത്തിൽ ഒരു ഡയാലിസ് സെൻ്ററിന് ഫണ്ട് ശേഖരണാർത്ഥം ഓർഡർ കിട്ടിയിരിക്കേണ്ടത്, ബിരിയാണിക്കുള്ള ഓർഡർ കിട്ടിയിരിക്കേണ്ടത് ഏകദേശം ബിരിയാണി ചിക്കൻ ബിരിയാണി ദം കുട്ടൻ ബിരിയാണിക്ക് 75,000 മുകളിലാട്ടോ. പാവപ്പെട്ട രോഗികൾക്കുള്ള ഫണ്ട് ശേഖരണത്തിലുള്ളൊരു ബിരിയാണി ചാലഞ്ചായിരുന്നു ഇന്ന് കാടപ്പടി സൈഡ് ഡയാലിസ് സെൻ്ററിൽ നടന്നത് കേട്ടോ. ഏകദേശം 1 മാസത്തോളമായി ഇതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ സംഘാടകരുടെ സംഘാടകരുടെ മികവ് കൊണ്ട് മാത്രമാണ് കഴിഞ്ഞ പ്രാവശ്യം 40,000 ഉള്ളത് ഈ പ്രാവശ്യം പോലെ വിശ്വസ്തത കൊണ്ട് ആ ഓർഡർ നേരെ 70,000 മേലെ പോയത് കേട്ടോ. ഏകദേശം കാടപ്പടിയിലും ചുറ്റുപ്രദേശത്തുള്ള കിച്ചണിലായിട്ട് 12 കിച്ചണിൽ വെച്ചിട്ടാണ് ഈ ഏകദേശം 75,000 മുകളിലുള്ള ഈ ഒരു ഭക്ഷണം റെഡിയാക്കിയിട്ടുള്ളത് കേട്ടോ. ഏതാണെങ്കിലും ഇതിൻ്റെ ബാക്കിൽ പ്രവർത്തിച്ച് ഇതിലേക്ക് ഫണ്ടുകൾ സംഭാവന ചെയ്ത, ഇതിലേക്ക് ഓർഡറുകൾ കൊടുത്ത, ഇതിന് ഊണും ഉറക്കു വഹിച്ച് ഇതിനെ ഫ്രീ ആയിട്ട് ഒരുപാട് ആളുകൾ ജോലി ഒഴിവാക്കി ഇന്നത്തെ ഒരു ഫണ്ട് ശേഖരണത്തിന് ഈ ഒരു ബിരിയാണി ചാലഞ്ചിന് നേതൃത്വം കൊടുത്ത എല്ലാ സന്നദ്ധ സംഘടനയോടും പറഞ്ഞാൽ തീരാത്ത കടപ്പാടുണ്ടാവും ഈ സംഘടനയ്ക്ക്. കാരണം ഇതിൻ്റെ ബാക്കിൽ ഇത്രയും ആളുകൾക്ക് ഇന്ന് ജുമ്മേൻ്റെ മുമ്പ് ഭക്ഷണം എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇതിലെ പണ്ടാരിമാരെ സഹായിച്ച ആളുകൾ ഓലൊക്കെ എത്ര സമയം റിസ്ക് എടുത്തിട്ടാണ് ഈ ഒരു ചാലഞ്ച് ഏറ്റെടുത്തല്ലോ. ഇത് ഓൽക്ക് വേണ്ടിയിട്ടല്ല, പാവപ്പെട്ട രോഗികൾക്ക് വരുന്ന ആളുകൾക്കുള്ള ഓല ചികിത്സക്കുള്ള ഒരു ഫണ്ട് ശേഖരണം ഓർത്ത് മാത്രമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ നാട്ടിൽ നിന്ന് അച്ഛനമ്പലത്തിൽ നിന്ന് മുതൽ 1,400 മുകളിലുള്ള ഓർഡറുകളാണ് എൻ്റെ നാടായ അച്ഛനമ്പലം ഈ ഒരു സൈഡ് ഡയാലിസ് സെൻ്ററിന് വേണ്ടി സഹകരിച്ചിട്ടോ. അതുപോലെ ഒരുപാട് ആളുകൾ സഹകരിച്ചുകൊണ്ട് മാത്രമാണ് ഇത്രയും വലിയ ഓർഡർ ആയത്. അടുത്ത പ്രാവശ്യം ഇതിലും കൂടുതൽ കിട്ടാനുള്ള ഇതിലും കൂടുതൽ ഈ 70,000 ഉള്ളത് 1,40,000 ആകട്ടെ. പ്രയാസപ്പെടുന്ന രോഗികൾക്ക് എല്ലാവരും അത്താണിയാവട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രം. അപ്പം ഇൻഷാ അല്ലാഹ് ഇതുപോലെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ എല്ലാ സംഘടനകൾക്കും കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രം കേട്ടോ. ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുള്ള പാലിയേറ്റീവായിട്ടും ഡയാലിസ് സെൻ്ററായിട്ടും ഫിസിയോതെറാപ്പി സെൻ്ററായിട്ടൊക്കെ ഒരുപാട് സൗജന്യമായിട്ട് ആളുകൾ നടത്തിക്കൊണ്ട് ഇതിലേക്കൊക്കെ ഫണ്ട് വേണം. ഇതുപോലെ ചെറുമട്ടത്തിലുള്ള ഫണ്ട് ശേഖരിച്ചാണ് കിടപ്പിലായ രോഗികൾക്കുള്ള മരുന്നും കാര്യങ്ങളും നടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ സംഗതികൾക്ക് വരുമ്പോൾ എല്ലാവരും അത് മനസ്സ് നിറഞ്ഞ് ഏറ്റെടുത്ത് വിജയിപ്പിച്ച് ആ പാവപ്പെട്ട രോഗികൾക്ക് നമ്മളൊരു അത്താണിയാവണം. അത്ര മതാണ്ട് ഞങ്ങൾ ഇത് ഈ ലോഡ് ഫുള്ള് അച്ഛനമ്പലം കണ്ണമംഗലം അച്ഛനമ്പലത്തേക്കുള്ള ഓർഡറാണിത്. എൻ്റെ ഈ വാർഡിലേക്ക്, ഞങ്ങളുടെ ഈ പ്രദേശത്തേക്ക് അച്ഛനമ്പലം മാലത്തേക്കുള്ള. അപ്പോൾ അത് ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കിൽ പ്രവർത്തിച്ച എല്ലാ സംഘടനകൾക്കാർക്കും ഓണം ഓർക്കയിച്ച എല്ലാ ആളുകൾക്കും അല്ലാഹു ആരോഗ്യത്തുള്ള ആഫിയത്തുള്ള ദീർഘായുസിനെ കൊടുക്കേണ്ട പ്രാർത്ഥന മാത്രം.